ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നോയമ്പിന്റെ 49-ാം ദിവസമായി ഇന്ന് ധ്യാനത്തിനായി ലഭിച്ചിരിക്കുന്ന വിഷയം ക്ഷമാശീലം ദൈവകൃപയുടെ അടയാളം എന്നതാണ്. അതിന് ആസ്പദമാക്കിയുള്ള വചനം മത്തായി 18-12 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ്. ക്ഷമ എന്നത് വെറുമൊരു മാനുഷിക ഗുണമല്ല, മറിച്ച് അത് നമ്മിൽ വസിക്കുന്ന ദൈവകൃപയുടെ പ്രതിഫലനമാണ്. മത്തായി 18-ാം അധ്യായത്തിൽ ദൈവം നൽകുന്ന ഉപമകളിലൂടെയും വചനങ്ങളിലൂടെയും ക്ഷമയുടെ ആഴവും ദൈവത്തിന്റെ സ്നേഹവും നമുക്ക് മനസ്സിലാക്കാം. 4 കാര്യങ്ങളാണ് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. 1. വഴിതെറ്റിപ്പോയ ആടിന്റെ ഉപമ. 100 ആടുകളിൽ ഒന്നിനെ നഷ്ടപ്പെടുമ്പോൾ ബാക്കി 99 എണ്ണത്തെ വിട്ടിട്ട് ആ ഒന്നിനെ തേടി പോകുന്ന ഇടയനെ കുറിച്ച് യേശു പറയുന്നു. ഇവിടെ ഇടയന്റെ ക്ഷമയും കരുതലുമാണ് നാം കാണുന്നത്. വഴിതെറ്റിപ്പോകുന്ന പാപിയെ തള്ളിക്കളയാതെ സ്നേഹത്തോടെ തിരികെ വിളിക്കുന്ന ദൈവത്തിന്റെ വലിയ ക്ഷമയാണിത്. നമ്മുടെ ഓരോ വീഴ്ചയിലും ദൈവം നമ്മോട് കാണിക്കുന്ന ഈ ക്ഷമയാണ് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ നമുക്ക് പ്രേരണയാകേണ്ടത്. 2. സഹോദരങ്ങളോടുള്ള ക്രമീകരണം. ഒരു സഹോദരൻ തെറ്റു ചെയ്താൽ അവനെ എങ്ങനെ നേർവഴിക്ക് കൊണ്ടുവരണമെന്ന് യേശു പഠിപ്പിക്കുന്നു. പ്രതികാരമല്ല, മറിച്ച് അനുരഞ്ജനമാണ് ദൈവഹിതം. മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് അവനെ നേടുക എന്നതാണ് ക്രിസ്തീയ സ്നേഹം. നമ്മുടെ ഇടയിലുള്ള ഐക്യവും സമാധാനവും നിലനിർത്താൻ ക്ഷമ അത്യാവശ്യമാണ്. 3. എത്ര പ്രാവശ്യം ക്ഷമിക്കണം? പത്രോസ് ചോദിക്കുന്നു, 7 പ്രാവശ്യം ക്ഷമിക്കണമോ? എന്നാൽ യേശു മറുപടി നൽകുന്നു, 70 വട്ടം 7 എന്നതാണ്. അതായത് ക്ഷമയ്ക്ക് കണക്കുകളില്ല. ദൈവത്തിന്റെ കൃപ നമുക്ക് അളവില്ലാതെ ലഭിക്കുന്നത് പോലെ നമ്മുടെ ക്ഷമയും അതിരുകളില്ലാതാകണം. 4. കണക്ക് ചോദിക്കുന്ന രാജാവിന്റെ ഉപമ. കോടിക്കണക്കിന് രൂപ കടമുള്ള ദാസനോട് രാജാവ് ക്ഷമിക്കുന്നു. ആ ദാസൻ കാണിച്ച ദയനീയത കണ്ട് രാജാവ് അവന്റെ കടം മുഴുവൻ എഴുതിത്തള്ളി. നാം ദൈവത്തോട് ചെയ്തിട്ടുള്ള പാപങ്ങൾ അത്രമേൽ വലുതാണ്, എന്നിട്ടും അവൻ കരുണയോടെ നമ്മോട് ക്ഷമിക്കുന്നു. ഈ വലിയ കടം ക്ഷമിക്കപ്പെട്ട നമ്മൾ മറ്റുള്ളവർ നമ്മോട് ചെയ്യുന്ന ചെറിയ തെറ്റുകൾ ക്ഷമിക്കാൻ ബാധ്യസ്ഥരാണ്. ക്ഷമിക്കുക എന്നതാണ് പ്രയാസകരമായ കാര്യമായി തോന്നാം, എന്നാൽ അത് ദൈവകൃപയുടെ അടയാളമാണ്. മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ നാം യഥാർത്ഥത്തിൽ ദൈവമക്കളായി മാറുകയാണ്. ദൈവത്തിന്റെ അളവറ്റ ക്ഷമ അനുഭവിച്ചറിഞ്ഞവർക്ക് മാത്രമേ മറ്റുള്ളവർക്ക് ആ ക്ഷമ നൽകാൻ കഴിയൂ. അതിനാൽ ക്രിസ്തു കാണിച്ചു തന്ന ക്ഷമയുടെ പാതയിലൂടെ നമുക്ക് സഞ്ചരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.